ഇന്ത്യയിലെ ആദ്യ ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായ വിഴിഞ്ഞത്തിന്റെ ഉടമസ്ഥാവകാശം വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട കരാറിൽ വൻ ദുരൂഹതകൾ. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പിംഗ് കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയാണ് ഉടമസ്ഥാവകാശം വാങ്ങുന്നതെന്നായിരുന്നു വാർത്താക്കുറിപ്പ്. എന്നാൽ രേഖകൾ പ്രകാരം സൈപ്രസിൽ രജിസ്റ്റർ ചെയ്ത മുണ്ടി ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഓഹരികൾ വാങ്ങുന്നതെന്ന് ദ വയർ റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യയിലെ ഒരു ഔദ്യോഗിക രേഖകളിലും ഈ കമ്പനിയുടെ യഥാർത്ഥ ഉടമകളുടെ പേരുകൾ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വിൽപ്പനയിലൂടെ കേരളത്തിന് വൻ നഷ്ടമാണ് സംഭവിക്കുകയെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. തുറമുഖത്തിന്റെ ഒന്നാം ഘട്ട നിർമ്മാണ ചെലവിന്റെ 70% വഹിച്ചത് കേരളമാണ്. ഏകദേശം 5500 കോടി രൂപ ബ്രേക്ക് വാട്ടർ നിർമ്മാണത്തിനും സ്ഥലമേറ്റെടുക്കുന്നതിനുമായി സർക്കാർ ചെലവാക്കി. കൂടാതെ റെയിൽവേ ലിങ്കിനായി 1500 കോടി രൂപയും വകയിരുത്തി. 2015 UDF സർക്കാർ ഒപ്പുവെച്ച ആദ്യ കരാർ പൂർണ്ണമായും അദാനിക്ക് അനുകൂലമാണെന്ന് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കണ്ടെത്തിയിരുന്നു. പിന്നീട് LDF സർക്കാർ നടത്തിയ പുതിയ ഇടപെടലിലൂടെ രണ്ടാം ഘട്ട നിർമ്മാണം 2028 തന്നെ പൂർത്തിയാക്കാൻ നിർബന്ധിതരാക്കി. എന്നാൽ ഇപ്പോൾ ഭരണമാറ്റത്തിന് പിന്നാലെയാണ് ഓഹരി വിൽപ്പനയെക്കുറിച്ച് വാർത്തകൾ ഉണ്ടായത്. തുറമുഖമല്ല വിൽക്കുന്നതെന്നും 2060 വരെ തുറമുഖം പ്രവർത്തിപ്പിക്കാൻ അവകാശമുള്ള കമ്പനിയുടെ ഓഹരികളാണെന്നുമാണ് അദാനിയുടെ വിശദീകരണം. 27,431 കോടിയാണ് തുറമുഖ കമ്പനിയുടെ മൂല്യമായി അദാനി കണക്കാക്കുന്നത്. ഇതിന്റെ 49% MSC ഗ്രൂപ്പിന്റെ ഉപകമ്പനി വാങ്ങുന്നതെന്നാണ് അറിയിപ്പുണ്ടായത്. ഇതിനെ പ്രധാനമായും 2 ഭാഗങ്ങളായി തിരിക്കാം. ഇതിൽ 5187 കോടി എന്നത് നിലവിലെ ഒന്നാം ഘട്ട തുറമുഖത്തിന്റെ 49% ഓഹരികൾക്കുള്ള വിലയാണ്. ബാക്കി 8258 കോടി 2028 തീർക്കേണ്ട രണ്ടാം ഘട്ട വികസനത്തിനായുള്ള MSC വിഹിതവും. ഇതിൽ രണ്ടാമത്തെ തുക പൂർണ്ണമായും പുതിയ നിക്ഷേപമല്ല, മറിച്ച് കരാർ പ്രകാരം അവർ നൽകേണ്ട ബാധ്യത മാത്രമാണ്. കേരളത്തിലേക്ക് വരുന്ന പുതിയ നിക്ഷേപമെന്ന് ഇതിനെ വിളിക്കുന്നത് വെറും കണക്കിലെ കളി മാത്രമാണെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആദ്യത്തെ 5187 കോടി രൂപ ലഭിക്കുക അദാനി ഗ്രൂപ്പിനാണ്. ഈ തുക കേരള സർക്കാരിനോ തുറമുഖ കമ്പനിക്കോ ലഭിക്കില്ല. വെറും 2813 കോടി രൂപ നിക്ഷേപിച്ച അദാനി ഇപ്പോൾ 5200 കോടി രൂപ ലാഭം നേടുകയും 51% ഓഹരികളും തുറമുഖത്തിന്റെ നിയന്ത്രണവും 2060 വരെ നിലനിർത്തുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ സർക്കാർ നൽകിയ പണം ഉപയോഗിച്ചുണ്ടാക്കിയ മൂല്യമാണ് അദാനി വിറ്റ് ലാഭമാക്കുന്നത്. ജനങ്ങളുടെ 7000 കോടി രൂപ മുടക്കിയ സ്ഥാനത്ത് കേരളത്തിന് 2060 വരെ ആകെ തിരികെ ലഭിക്കുക ഏകദേശം 1200 കോടി രൂപ മാത്രമായിരിക്കുമെന്നും ദ വയർ ചൂണ്ടിക്കാട്ടുന്നു. ജനീവയിലെ അബോണ്ടെ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് MSC. ലക്സംബർഗിലെ SAS എന്ന കമ്പനിയും അതിനു താഴെ ജനീവയിലെ TIL എന്ന കമ്പനിയും പടിപടിയായി MSCക്ക് കീഴിലുണ്ട്. TIL-ൽ ബ്ലാക്ക് റോക്ക് തുടങ്ങിയ വമ്പൻ കമ്പനികൾക്കും പങ്കുണ്ട്. TIL-ന്റെ താഴെ വേറെയും ചില കമ്പനികളുണ്ട്. എന്നാൽ ഇവയുടെ പേരുകൾ ഒരു ഔദ്യോഗിക രേഖകളിലും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഈ കമ്പനികളുടെ നിരയിൽ ഏറ്റവും താഴെയാണ് വിഴിഞ്ഞം തുറമുഖ കമ്പനിയുടെ 49% ഓഹരികൾ സ്വന്തമാക്കാനുള്ള സൈപ്രസ് ആസ്ഥാനമായുള്ള മുണ്ടി ലിമിറ്റഡ്. ഇന്ത്യയിൽ നൽകിയിട്ടുള്ള ഇടപാട് രേഖകളിൽ TIL, മുണ്ടി ലിമിറ്റഡ് എന്നീ 2 കമ്പനികളുടെ പേരുകൾ മാത്രമേയുള്ളൂ. ഇതിനിടയിലുള്ള മറ്റ് കമ്പനികളുടെ വിവരങ്ങളൊന്നും ഇന്ത്യയിലെ ഔദ്യോഗിക രേഖകളിൽ ഒന്നും തന്നെ ലഭ്യമല്ല.